വെസ്റ്റ് നൈൽ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് ഷാൻ ആണ് മരിച്ചത്. ഒരാഴ്ച മുമ്പാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് അനുമോദ് ചേരുന്നു. അനുമോദ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കുട്ടിയെ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതിനു മുമ്പ് പനിയും മറ്റ് ശരീരവേദന തുടങ്ങിയ മറ്റ് അസുഖങ്ങളുമായിട്ട് ഈ കുട്ടിയെ കോട്ടക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ പക്ഷേ കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിന് അതിനു മുമ്പാണ് ഈ കുട്ടിക്ക് വെസ്റ്റ് നൈൽ രോഗമാണ് എന്ന് അത് സ്ഥിരീകരിക്കപ്പെട്ടത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2 ദിവസത്തിനകം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഹൃദയാഘാതം വന്ന് കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയോടെ കുട്ടിയുടെ വീട്ടിലേക്ക് ഭൗതിക ശരീരം, കുട്ടിയുടെ മൃതശരീരം കൊണ്ടുവന്നു. അല്പസമയം മുമ്പ് നാട്ടിൽ വേങ്ങരയിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. വളരെ ഈ അസുഖം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ആരോഗ്യവകുപ്പ് വലിയ തോതിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കുട്ടിയുടെ വീടും വീടിന്റെ പരിസരവും കുട്ടി ഇടപഴകിയിരുന്ന സ്ഥലങ്ങൾ എല്ലായിടത്തും തന്നെ വലിയ തോതിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കൊതുക് മുഖേനയാണ് ഈ അസുഖം, ക്യൂലെക്സ് മലിനജലത്തിൽ വസിക്കുന്ന ക്യൂലെക്സ് കൊതുക് മുഖേനയാണ് ഈ അസുഖം പടരുന്നത്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതല്ല, മറിച്ച് കൊതുകിലൂടെ പടരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നു. ഈ അസുഖം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ഡൽഹിയിൽ നിന്നും കേന്ദ്ര സംഘമെത്തി ഈ മേഖലയിൽ പഠനം നടത്തിയിരുന്നു. അവരിപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് ഇപ്പോൾ നൽകാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ കൊതുകുകൾ മുഖേന ഈ അസുഖം പടരാനുള്ള സാഹചര്യം ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല. ശരി അനുമോദ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ KN ഖാദർ MLA അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ KN ഖാദർ, ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണങ്ങളും മറ്റുമൊക്കെ. പക്ഷേ ഇത് കൊതുക് വഴി പടരുന്ന അസുഖമാണ്. പൂർണ്ണമായിട്ടും ആശങ്കാമുക്തമാണോ കാര്യങ്ങൾ ഈ കുട്ടി മരിച്ച സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ? അല്ല, ഇപ്പൊ ഈ കുട്ടി മരണപ്പെട്ടു. അത് നിർഭാഗ്യകരമായൊരു സംഭവമാണ്. എന്റെ നിയോജക മണ്ഡലത്തിലുള്ളതാണ് ഈ വെസ്റ്റ് നൈലില് പരന്നു പിടിച്ച ഒരു പ്രദേശം, AR നഗർ എന്ന് പറഞ്ഞ പഞ്ചായത്ത്. അത് സംബന്ധിച്ച് അടിയന്തരമായിട്ടുള്ള നടപടികളൊക്കെ അതിവേഗം സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ്, കേരള സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര സംഘം വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് സംബന്ധിച്ച ഒരു റിവ്യൂ മീറ്റിംഗും ഫർദർ ആക്ഷൻസ് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് സംബന്ധിച്ച യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കും ആ രോഗം ഉള്ളതായിട്ട് ആ പ്രദേശത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഇനി പരക്കാതിരിക്കാനും ബുദ്ധിമുട്ടില്ലാതിരിക്കാനും എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടികൾ കൃത്യസമയത്ത് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിനെ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല. കൊതുകുകൾ പരത്തുന്നതായതുകൊണ്ട് കൊതുകിനെ നശിപ്പിക്കുന്നതിനുള്ള മറ്റു നടപടികൾ തുടരേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇത്തരം സാഹചര്യങ്ങളിലാണല്ലോ സ്വാഭാവികമായിട്ടും ഈ ബോധവൽക്കരണ ശ്രമങ്ങളൊക്കെ കുറെ കൂടെ ശക്തമാക്കേണ്ടത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ മേഖലയിൽ ഒരു അസുഖം വന്ന് ഈ ഒരു അസുഖം വന്ന് ഒരാൾ മരിച്ചിരിക്കുന്നു, ഒരു കുട്ടി മരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുറെ കൂടെ ശക്തമാക്കേണ്ടതാണ് ബോധവൽക്കരണ ശ്രമങ്ങൾ. അല്ലേ? അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുകയുമില്ലേ? അല്ല, ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ബോധവൽക്കരണ നടപടികൾ വളരെ നേരത്തെ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് വന്ന ഉടനെ അത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരെയും കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല. എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അതിൽ ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. വളരെ വളരെ നന്ദി ശ്രീ KN ഖാദർ ഞങ്ങളോട് സംസാരിച്ചതിന്. ആരെങ്കിലും കുറ്റപ്പെടുത്താനുള്ള സാഹചര്യമല്ല, ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മലപ്പുറം DMO ഡോക്ടർ സക്കീന നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ സക്കീന, ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം നിയന്ത്രണ വിധേയമാണോ? ഇത് കൂടുതൽ പേരിലേക്ക് പടരാനൊക്കെയുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ്. നമുക്ക് പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല. നമ്മുടെ ജില്ലയിൽ ഒരു കേസുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 150ഓളം കേസുകൾ സബ് ക്ലിനിക്കലായിട്ട് വരുമ്പോഴാണ് ഒരു കേസ് നമുക്ക് കിട്ടുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ
പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളിലും നമ്മുടെ ആശുപത്രികളിലും ഒക്കെ ഒരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഹെൻസെഫലൈറ്റിസിന്റെ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിന്റെ ഒക്കെ സമാനമായ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ കഠിനമായ പനിയും തലവേദന, ഛർദി ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊരു മനസ്സിലൊരു ജാഗ്രത വേണമെന്നും ഇത്തരം കേസുകൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക അലേർട്ട് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഇത് മിനിഞ്ഞാന്ന് തന്നെ ഇന്ന് വൈകുന്നേരം IMAയുടെ നേതൃത്വത്തിൽ IMAനെ വിളിച്ചിട്ട് നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ നിലവിലെ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ റിപ്പോർട്ടിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കണം, എങ്ങനെ കേസ് മാനേജ്മെന്റ് ചെയ്യണമെന്നും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ. അപ്പോൾ കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങളാണ് ഏക ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. പക്ഷികളിൽ നിന്ന് കൊതുക് വഴി നമ്മളിലേക്ക് വരുന്നത് കൊണ്ട് കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് ഊർജിതപ്പെടുത്തേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 ദിവസമായിട്ട് നമ്മൾ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ മദറിന്റെയും ഫാദറിന്റെയും പഞ്ചായത്തുകളിലെ 2 സ്ഥലത്തും കുട്ടി മാറി മാറി താമസിക്കുന്നത് കൊണ്ട് 2 സ്ഥലങ്ങളിലും നമ്മൾ ഊർജിതമായിട്ട് നിരീക്ഷണം അതുപോലെ തന്നെ സർവേ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ക്യൂലിക്സ് കൊതുകുകളെ കണ്ടെത്തിയപ്പോൾ പ്രത്യേകമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ കൺട്രോൾ മെഷേഴ്സും ഇനി കൂടുതൽ ഉറവിട നശീകരണം ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഒരു 2 ടീമുകളെ 2 സ്ഥലത്തും വിന്യസിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് രാവിലെ ഏർലി മോർണിംഗും അതുപോലെ വൈകുന്നേരത്തെയും കൊതുകുകളെ സാമ്പിൾ എടുത്തിട്ട് ശേഖരിച്ചിട്ട് കൊതുകുകളെ പൂനെയിലേക്ക് പ്രത്യേക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. നന്ദി ഡോക്ടർ സക്കീന ഞങ്ങളോട് സംസാരിച്ചതിന്. ആരോഗ്യമന്ത്രി KK ശൈലജ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. മിനിസ്റ്റർ, ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്, മുൻകരുതലുകളെല്ലാം സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇത് മറ്റ് ജില്ലകളിലോ മറ്റിടങ്ങളിലോ ഉണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? നമ്മൾ എന്താണ് ഇത് തടയാൻ ചെയ്യേണ്ടത്? രോഗം ബാധിച്ചാൽ ഭേദമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇതില് ഇപ്പൊ ഭയക്കേണ്ടതില്ല, എന്നാലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 2006 മുതൽ നമ്മുടെ കേരളത്തില് വെസ്റ്റ് നൈൽ ബാധ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്, 2011 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുന്നത് ഇതുണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ക്യൂലക്സ് കൊതുകിലൂടെയാണ് ഇത് പകരുന്നത്. കൊതുകിന് വൈറസ് ബാധ ഉണ്ടാവുന്നത് മൂലമാണ് ആ കൊതുക് കടിക്കുന്ന മനുഷ്യർക്ക് ഇത് പകരുന്നത്. മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വെസ്റ്റ് നൈൽ ഫീവർ പകരുന്നതായിട്ട് ഇതുവരെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത്രത്തോളം ആശ്വാസമുണ്ട്. എന്നാൽ കൊതുക് നശീകരണം നന്നായിട്ട് നടത്തിയാലേ മതിയാവുള്ളൂ. മറ്റൊന്നെന്താന്ന് വെച്ചാൽ പനിയുടെ ലക്ഷണം തുടങ്ങിയപ്പോൾ തന്നെ ചികിത്സിച്ചാൽ മരണകാരണമായിട്ട് മാറില്ല, നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടിപ്പോ ആരോഗ്യ വകുപ്പ് നേരത്തെ ഡോക്ടർ സക്കീനയാണെന്ന് തോന്നുന്നു സംസാരിച്ചിരുന്നത്, DMO അവര് വളരെ നന്നായിട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിനെ വളരെ വിജിലന്റായി നിർത്താൻ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുൻകരുതൽ നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആരോഗ്യവകുപ്പ് പറയുന്നത് പൊതുജനങ്ങളും അത് ഒന്ന് കേൾക്കാൻ തയ്യാറാവണം. എവിടെയെങ്കിലും കൊതുകിന്റെ സാന്നിധ്യം കണ്ടാൽ കൊതുകിനെ ഇല്ലാതാക്കുന്നതിന് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ജനങ്ങളും എല്ലാം ചേർന്നിട്ട് ഇടപെടണം. പൂർണ്ണമായിട്ടും കൊതുക് നശീകരണം നടത്തിയാൽ വെസ്റ്റ് നൈൽ ഫീവർ പകരില്ല, മറ്റാളുകളിലേക്ക് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും പക്ഷിമൃഗാദികളൊക്കെ കൂട്ടത്തോടെ ചത്തുടുങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ ആരോഗ്യവകുപ്പിനെയും വെറ്റിനറി വിഭാഗത്തെയും വിവരം അറിയിക്കുക. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകും. അപ്പോ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പനി ഏറ്റവും കൂടിയും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിച്ചിട്ട് മരണകാരണമായി മാറാൻ അനുവദിക്കാതെ ചെറിയ പനി വരുമ്പോൾ തന്നെ അത് ഡോക്ടറൊക്കെ കാണിച്ച് ചികിത്സിക്കാൻ തയ്യാറാവുക. പേടിക്കാനൊന്നുമില്ല. ഇത് അങ്ങനെ വ്യാപകമായി ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരുന്നതല്ല. കൊതുക് നശീകരണം തന്നെ നടത്തിയാൽ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാം. അങ്ങനെ പകർന്നു പിടിക്കുന്നതായിട്ടുള്ള ലക്ഷണമൊന്നും ഇവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ വളരെ നന്ദി ശ്രീമതി KK ശൈലജ ഞങ്ങളോട് സംസാരിച്ചതിന്. മുഹമ്മദ് ഷാൻ എന്ന കുട്ടിയാണ് ഈ വെസ്റ്റ് നൈൽ രോഗത്തെ തുടർന്ന് മരിച്ചത്. വെസ്റ്റ് നൈൽ രോഗം കൊതുകുകൾ പരത്തുന്ന രോഗമാണ്. കൊതുക് നിവാരണമാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അത് വരാതിരിക്കാനുള്ള ഉപാധി. ഒപ്പം രോഗം ബാധിച്ചാൽ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ഭേദമാകാനുള്ള സാധ്യതയുണ്ട്. ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.